കരുണാനിധി എങ്ങനെയാണോ സ്റ്റാലിനെ കൊണ്ടുവന്നത്, ഇപ്പം ഒരു യൂത്ത് വിങ്ങിലേക്കും ഒക്കെ കൊണ്ടുവന്നതുപോലെ അതിൻ്റെ ഒരു കംപ്രസ്ഡ് വേർഷനാണ് ആക്ച്വലി ഉദയനിധി സ്റ്റാലിൻ്റെ കാര്യത്തിൽ നടക്കുന്നത്. ഉദയനിധിയുടെ ഇപ്പോഴത്തെ ഈ ഉപമുഖ്യമന്ത്രി സ്ഥാനം DMKക്ക് തിരിച്ചടിയാവും എന്നുള്ളതാണ്. വിജയ് തന്നെ സിനിമയിൽ നിന്നും മാറി നിന്നുകൊണ്ടാണ് ഈ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. അത് സൂചിപ്പിക്കുന്നത് രാഷ്ട്രീയക്കാരനായി തന്നെ വേണമെന്ന് തമിഴ്നാട് ആവശ്യപ്പെടുന്നത് കൊണ്ടുകൂടിയാണ്. ഒരു മോശം പടമാണെങ്കിൽ പോലും മിനിമം ആയിട്ട് വിജയിക്കുമെന്ന് ഉറപ്പുള്ള ഒരു സൂപ്പർ സ്റ്റാർ ഞാൻ അഭിനയം നിർത്തുകയാണ്, ഞാൻ പൂർണ്ണസമയം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വിജയ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സാധ്യത എന്ന് പറയുന്നത് അതിനെ ശരിക്കും DMK ഭയക്കുന്നുണ്ട്. ഉദയനിധി സ്റ്റാലിൻ തമിഴ്നാട്ടിൻ്റെ ഉപമുഖ്യമന്ത്രി ആയതോടുകൂടി ഏകദേശം ചിത്രം തെളിഞ്ഞിരിക്കുകയാണ്. 2026 തിരഞ്ഞെടുപ്പിൽ ഉദയനിധി സ്റ്റാലിനായിരിക്കും DMKയുടെ നേതൃസ്ഥാനത്തേക്ക് വരിക എന്നുള്ള ഒരു ഏകദേശ ചിത്രം തയ്യാറായിട്ടുണ്ട്. ഉദയനിധിക്ക് എതിരാളിയായിട്ട് എതിർപക്ഷത്ത് വിജയായിരിക്കും. വിജയുടെ പുതിയ പാർട്ടിയായ തമിഴക വെട്രിക്കഴകം എന്ന് പറയുന്ന പാർട്ടിയായിരിക്കും ഉണ്ടാവുക എന്നുള്ളതും ഏകദേശമൊക്കെ തീരുമാനമായിട്ടുണ്ട്. അപ്പം അന്ന, ഈ ഉദയനിധിയുടെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ഈ വരവ് അതിന് എത്രത്തോളം സാധ്യതകളുണ്ട്? 2026 ഈ പറയുന്ന പോലെ ഒരു രണ്ട് സിനിമാ നടന്മാർ തമ്മിലുള്ള ഒരു പോരാട്ടമായിരിക്കും തമിഴ്നാട്ടിൽ നടക്കുക. ഇപ്പോൾ നമ്മൾ തമിഴ്നാടിൻ്റെ ഒരു രാഷ്ട്രീയ രംഗം പരിശോധിക്കുന്ന സമയത്ത് അവിടെ DMK എന്ന് പറയുന്ന ഒരൊറ്റ പാർട്ടിയാണ് പ്രധാനമായിട്ട് നിലനിൽക്കുന്നത്. അപ്പോൾ അവർക്ക് മുൻപുണ്ടായിരുന്ന അണ്ണാ DMK ആയിരുന്നു. അണ്ണാ DMK ഇപ്പോൾ ചിത്രത്തിൽ ഇല്ല. പിന്നെ BJPയോ അല്ലെങ്കിൽ BJPയുടെ നേതാവായിട്ടുള്ള അണ്ണാമലയ്ക്കോ കാര്യമായിട്ടുള്ള ഒരു ചലനവും ഈ കഴിഞ്ഞ വർഷങ്ങളിലൊന്നും തമിഴ്നാട്ടിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ DMK അവിടെ രാഷ്ട്രീയത്തിലാണെങ്കിലും അവർ നടത്തുന്ന സാമൂഹിക ഇടപെടലുകളാണെങ്കിലും ഇന്ത്യ മുന്നണി എന്നുള്ള രീതിയിൽ അവരുടെ ഒരു പവർ വെച്ച് നോക്കുമ്പോഴും സൗത്ത് ഇന്ത്യയുടെ ഒരു പ്രധാന ഒരു നായകത്വം വഹിക്കുന്ന രീതിയിലൊക്കെ നോർത്ത് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യയിൽ മുഴുവൻ അറിയപ്പെടുന്നത് DMKയും സ്റ്റാലിനാണ്. അപ്പോൾ അവിടെ ഉദയനിധി സ്റ്റാലിൻ കൊണ്ടുവരികയാണ്. കരുണാനിധി എങ്ങനെയാണോ സ്റ്റാലിനെ കൊണ്ടുവന്നത്, ഇപ്പം ഒരു യൂത്ത് വിങ്ങിലേക്കും ഒക്കെ കൊണ്ടുവന്നതുപോലെ അതിൻ്റെ ഒരു കംപ്രസ്ഡ് വേർഷനാണ് ആക്ച്വലി ഉദയനിധി സ്റ്റാലിൻ്റെ കാര്യത്തിൽ നടക്കുന്നത്. അങ്ങനെ കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഉദയനിധി സ്റ്റാലിൻ DMK ഈ രണ്ടു പേർക്ക് തന്നെയാണ് പ്രധാനമായിട്ടും ഒരു അവിടെ കളിക്കാനുള്ള. അവിടെ ഗെയിമിൽ ഇനി മറ്റൊരുപാട് ആളുകളില്ല. പിന്നീട് ഉള്ള ഒരു പ്രധാന വ്യക്തി അല്ലെങ്കിൽ പ്രധാന പാർട്ടി എന്ന് പ്രതീക്ഷ വെക്കാവുന്ന അവരുടെ ഒരു രാഷ്ട്രീയത്തിലേക്കുള്ള അവരെങ്ങനെയായിരിക്കും ജനങ്ങളെ അവർ സ്വീകരിക്കുക എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു പ്രതികരണം നമുക്ക് ഈ ഘട്ടത്തിൽ നടത്താൻ പറ്റില്ല. അതാണ് വിജയും തമിഴക വെട്രിക്കഴകവും. എനിക്ക് തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഉദയനിധിയുടെ ഇപ്പോഴത്തെ ഈ ഉപമുഖ്യമന്ത്രി സ്ഥാനം DMKക്ക് തിരിച്ചടിയാവും എന്നുള്ളതാണ്. കാരണം 2009 സ്റ്റാലിനെ കരുണാനിധി ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത്. തമിഴ്നാടിൻ്റെ ചരിത്രത്തിലെ 3 ഉപമുഖ്യമന്ത്രിമാരെ ഉണ്ടായിട്ടുള്ളൂ. ഒന്ന് സ്റ്റാലിനായിരുന്നു, പിന്നീട് പനീർസെൽവം. അത് നമുക്കറിയാം, ഈ തമിഴ്നാട്ടിലെ അധികാര തർക്കവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പളനിസ്വാമിയെയും പനീർസെൽവത്തിനെയും ഒരു കോംപ്രമൈസിന് വേണ്ടിയിട്ടായിരുന്നു ഉപമുഖ്യമന്ത്രി സ്ഥാനം ഉണ്ടായിരുന്നത്. ഇപ്പോൾ 3ാമത്തെ സ്ഥാനമാണ് ഇപ്പോൾ ഉണ്ടായിരുന്നത്. 2009 സ്റ്റാലിനെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് DMKക്കെതിരെ വന്നിട്ടുള്ള ഏറ്റവും വലിയ അലിഗേഷൻ എന്ന് പറയുന്നത് കുടുംബാധിപത്യം നടപ്പിലാക്കുന്നു എന്ന് പറയുന്നത്. പിന്നീട് അഴിമതി ആരോപണങ്ങൾ വരുന്നു. ഇങ്ങനെയാണ് 2011 DMKക്ക് അധികാരം പോകുന്നതും 10 വർഷത്തോളം തുടർച്ചയായിട്ട് അണ്ണാ DMK തമിഴ്നാട്ടിൽ ഭരിക്കുകയും ചെയ്യുന്നത്. അപ്പം പ്രധാനമായിട്ട് വിജയുടെ പാർട്ടി മുന്നോട്ടേക്ക് വെക്കുന്നത് തന്നെ ഈ കുടുംബാധിപത്യം തകരണം. കുറേ വർഷങ്ങളായിട്ട് 2 വശത്തേക്ക് മാത്രം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരാൾ അല്ലെങ്കിൽ മറ്റൊരാൾ എന്നുള്ള ഇതിനൊരു മാറ്റം വരുത്തണം എന്നുള്ള രാഷ്ട്രീയം മുന്നോട്ടേക്ക് വെച്ചിട്ടാണ് വിജയ് വരുന്നത്. വിജയുടെ രാഷ്ട്രീയ പ്രഖ്യാപന സമയത്താണെങ്കിലും അതിൻ്റെ ഒരു ഔദ്യോഗിക ഗാനത്തിലായാൽ തന്നെ വിജയ് മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം എന്താണെന്ന് പറയുന്നുണ്ട്. അതായത് തീവ്ര ദ്രാവിഡ രാഷ്ട്രീയം എന്നുള്ളതിന് ഉപരിയായിട്ട് ദളിതരെയും മുസ്ലിങ്ങളെയും ഒക്കെ മുന്നോട്ടേക്ക് വെച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയമാണ് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഉദയനിധി സ്റ്റാലിനെ ഇപ്പോൾ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് പ്രൊജക്റ്റ് ചെയ്യുന്നതോടുകൂടി DMKയുടെ സാധ്യതകളെ കുറയ്ക്കുകയാണ്. കാരണം സ്റ്റാലിൻ്റെ ഒരു പവറുണ്ട്. സ്റ്റാലിൻ എന്ന് പറയുന്നതിന് ദേശീയ രാഷ്ട്രീയത്തിൽ അടക്കമുള്ള ഒരു പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നിരുന്നെങ്കിൽ പ്രധാനമന്ത്രിയായി അടക്കം അവർ സാധ്യത കൽപ്പിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു സ്റ്റാലിൻ. അത്തരം ഒരാൾ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉദയനിധിയെ കൊണ്ടുവരുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾക്കൊരു മാറി ചിന്തിക്കാനുള്ള ഒരു സാധ്യത അവിടെ തമിഴ്നാട്ടിൽ കാണുന്നുണ്ട്. ഇവർ ഈ സാധ്യത കണ്ടതുകൊണ്ടായിരിക്കുമല്ലോ ഇപ്പം ഉദയനിധി സ്റ്റാലിന് ഈ ഒരു സാധ്യത സ്വാഭാവികമായിട്ട് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കണം ഉദയനിധി സ്റ്റാലിന് ഇപ്പോൾ യൂത്ത് വിങ്ങിൻ്റെ ഒരു
അതിൻ്റെ ഒരു നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുന്നു. പിന്നീട് അവർക്ക് വളരെ ഷുവർ സീറ്റായിട്ടുള്ള സ്പേസിൽ മണ്ഡലത്തിൽ നിർത്തി തന്നെയാണ് വിജയിപ്പിക്കുന്നത്. അത് ഉദയനിധി സ്റ്റാലിൻ അവിടെ പോകുമ്പോൾ തന്നെ ആ മണ്ഡലത്തിൽ അവരുടെ DMKയുടെ സ്ട്രോങ് ഒരു കോട്ടയാണ്, അവിടെ ജയിക്കുന്ന അറിയാമായിരുന്നു. പക്ഷെ അവിടെയും ജയിക്കുന്നു. അതിനുശേഷം കുറച്ച് നാൾ ഈ നമ്മളൊരു MLA ആയിട്ടൊക്കെ തുടർന്നതിന് ശേഷമാണ് ഈ കായിക യുവജനക്ഷേമ വകുപ്പിലേക്ക് കൊണ്ടുവരുന്നത്. അതിന് ശേഷം ഒരു പടിപടിയായിട്ട്, കാരണം സ്റ്റാലിൻ ഒരു 14-ാമത്തെ വയസ്സ് തൊട്ട് DMKയുടെ കൂടെ നടന്ന് DMKയുടെ എല്ലാ പ്രവർത്തനങ്ങളും കണ്ട് ഇത് രാഷ്ട്രീയ പ്രവർത്തനം തന്നെ ഒരു ലക്ഷ്യമാക്കി വന്നതാണെങ്കിൽ ഉദയനിധി സ്റ്റാലിൻ അങ്ങനെയല്ല. സിനിമയിൽ അഭിനയം, നിർമ്മാണം, അങ്ങനെ പലവിധ മേഖലകളിലൂടെയാണ് വന്നത്. ഒരു കുറച്ച് വർഷമേ ആയിട്ടുള്ളൂ അദ്ദേഹം സജീവമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിയിട്ട്. ഈ ഒരു കാലയളവ് ചെറുതാണെങ്കിലും ഇവർ ഈ ഒരു പാത കുറച്ച് സമയം ഒരുപക്ഷെ DMK പെട്ടെന്ന് കുടുംബത്തിലെ അടുത്ത അംഗങ്ങൾക്കായിട്ട് കരുണാനിധി ടു സ്റ്റാലിൻ, സ്റ്റാലിൻ ടു ഉദയനിധിന്ന് ആളുകൾക്ക് തീർച്ചയായിട്ടും അത്തരം വ്യാഖ്യാനങ്ങൾ വരുന്നതുകൊണ്ടും വിമർശനങ്ങൾ വരുന്നതുകൊണ്ടും അത് ഒഴിവാക്കാൻ വേണ്ടിയായിരിക്കണം ഈ ഒരു പാത പിന്തുടർന്ന് കാണുക. യൂത്ത് വിങ്, അതിനുശേഷം യുവജനക്ഷേമ സെക്രട്ടറി, അതിനുശേഷം ഈ സനാതന മൂല്യത്തെ തച്ചുടക്കേണ്ടതിനെ പറ്റിയിട്ട് സംസാരിക്കുന്നു. ഹിന്ദി തിരിയാതെ പോടാ പോലെയുള്ള കുറച്ച് കാര്യങ്ങൾ വരുന്നു. എന്നിട്ട് അതിൽ നിന്നൊരു ഫാൻസ് ബേസ് കൈൻഡ് ഓഫ്, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കലി ഒരു ചെറിയൊരു സ്പേസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നു. അത്തരത്തിനൊക്കെ ശേഷം ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉദയനിധി സ്റ്റാലിനെ കൊണ്ടുവരുന്നത് ഈ വിമർശനങ്ങൾ ഒഴിവാക്കാനുള്ള ഒരു ചെറിയ മരുന്നായിരിക്കാം. പക്ഷെ അത് എത്ര മാത്രം വിജയിക്കും എന്നറിയില്ല. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഉദയനിധിക്ക് ഇപ്പം സിനിമയിൽ നടൻ എന്ന് പറയുന്ന രീതിയിൽ വലിയൊരു ഫാൻ ബേസ് ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. പൊളിറ്റിക്സിലും അത്ര വലിയ ജനകീയനാവാൻ പറ്റിയിട്ടില്ല. ഇപ്പം ആ മണ്ഡലത്തിൽ വലിയ വോട്ടോട് കൂടി DMKയുടെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞിട്ട് ചെപ്പോക്കിൽ ഏറ്റവും അവസാനം വിജയിക്കുന്നുണ്ട്. എങ്കിൽ പോലും ഇപ്പോൾ സ്റ്റാലിനൊക്കെ ഉണ്ടാക്കിയ പോലെ ഒരു പൊളിറ്റിക്കലി ഭയങ്കര ജനകീയനായിട്ടൊന്നുമല്ല. മാത്രമല്ല പല അലിഗേഷനും ഉദയനിധിക്കെതിരെ വരുന്നുണ്ട്. ഇപ്പം അധികാരത്തിലുള്ള മറ്റുള്ളവരുടെ അധികാരത്തിലേക്ക് കയ്യേറുന്നു എന്ന് പറയുന്ന ഒരു വിമർശനം ഉദയനിധിക്കെതിരെ വരുന്നുണ്ട്. ഒരു സൂപ്പർ മുഖ്യമന്ത്രി കളിക്കുന്നു എന്ന് പറയുന്ന ഒരു വിമർശനം വന്നിട്ടുണ്ട്. ഈവൻ DMKയുടെ സഖ്യകക്ഷികളിൽ നിന്ന് തന്നെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉദയനിധിയെ കൊണ്ടുവരുന്നതിനെതിരെ വന്നിട്ടുണ്ട്. ഇപ്പുറത്തുള്ള ഒരു സാധ്യത എന്താണെന്ന് വെച്ചാൽ കരിയറിലെ ഏറ്റവും പീക്ക് ടൈമിൽ നിൽക്കുന്ന ഒരു സൂപ്പർ സ്റ്റാർ, അതായത് അവിടെ ഒരു മോശം പടമാണെങ്കിൽ പോലും മിനിമം ആയിട്ട് വിജയിക്കുമെന്ന് ഉറപ്പുള്ള ഒരു സൂപ്പർ സ്റ്റാർ, ഞാൻ അഭിനയം നിർത്തുകയാണ്, ഞാൻ പൂർണ്ണസമയം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വിജയ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. അപ്പം അതിൻ്റെ ഒരു സാധ്യത എന്ന് പറയുന്നത് അതിനെ ശരിക്കും DMK ഭയക്കുന്നുണ്ട്. ഇപ്പം ഉദയനിധിയെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് പോലും ഇതിൻ്റെ ഭാഗമായിട്ട്, ഈ ഭയത്തിൻ്റെ ഭാഗമായിട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം വിജയുടെ ഫസ്റ്റ് ഒരു പൊതുസമ്മേളനം നടക്കാൻ പോവുകയാണ്. വിജയ് തൻ്റെ രാഷ്ട്രീയ പ്രഖ്യാപനം നടത്താൻ പോവുകയാണ്. ഓൾറെഡി തൻ്റെ രാഷ്ട്രീയം എന്തായിരിക്കും എന്നുള്ള വിജയ് പറയുന്നുണ്ട്. ഇപ്പം വിജയ്ക്കെതിരെ വരുന്ന ഏറ്റവും വലിയൊരു വിമർശനം എന്ന് പറയുന്നത് BJP RSS വിഭാഗങ്ങളിൽ നിന്നാണ്. അതിന് പ്രധാന കാരണമായിട്ട് വന്നത് വിനായക ചതുർത്ഥി ദിവസം വിജയ് ആശംസ അറിയിച്ചില്ല, പകരം ഓണത്തിന് ആശംസ അറിയിച്ചു. അതേപോലെ ഈ പറയുന്ന പെരിയാറിൻ്റെ ജന്മദിനത്തിന് പോയിട്ട് അദ്ദേഹം അവിടെ പുഷ്പാർച്ചന നടത്തി. അപ്പം സ്വാഭാവികമായിട്ട് വിജയ് വളരെ സൈലൻ്റായിട്ട് വലിയ പ്രഖ്യാപനങ്ങളൊന്നും ഇല്ലാതെ തന്നെ തൻ്റെ രാഷ്ട്രീയം എന്താണ് എന്ന് അവിടെ പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് കഴിഞ്ഞ 10 വർഷം അണ്ണാ DMKയുടെ ഭരണത്തിന് ശേഷമാണ് DMK വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്ന് ഉണ്ടായിരുന്ന പൊതു വോട്ടുകളുണ്ട്. ഓക്കെ, അണ്ണാ DMK അല്ല, വേറൊരാൾ DMK എന്ന് പറഞ്ഞിട്ട് വോട്ട് ചെയ്ത് ഈ വലിയൊരു വോട്ട് ബാങ്ക് വിജയിലേക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. പിന്നെ വിജയുടെ ഒരു പദ്ധതി തന്നെ അടുത്ത തലമുറയിലെ വോട്ടുകൾ ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് SLC+2 വിദ്യാർത്ഥികൾക്ക് അവർ പ്രൈസ് കൊടുക്കുന്നത്, വോട്ടിനെ കുറിച്ച് പറയുന്നത്, ഭാവി രാഷ്ട്രീയം എന്തായിരിക്കണം എന്ന് പറയുന്നത്, വിദ്യാഭ്യാസമുള്ള നേതാക്കൾ നമുക്ക് വേണമെന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ട് അങ്ങനെയും ഒരു വോട്ട് കേന്ദ്രീകരിക്കാൻ വിജയ്ക്ക് സാധിക്കും. അപ്പം സ്വാഭാവികമായിട്ട് തമിഴ്നാടിൻ്റെ രാഷ്ട്രീയത്തിൽ ഉദയനിധിയുടെ ഇപ്പോഴത്തെ ഉപമുഖ്യമന്ത്രി സ്ഥാനം DMKക്ക് തിരിച്ചടിയാവുകയും വിജയ് അത് നേട്ടമാക്കി മാറ്റുകയും ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇപ്പം വിജയ് ആണെങ്കിലും ഉദയനിധി സ്റ്റാലിനാണെങ്കിലും ശരി, ഉദയനിധി സ്റ്റാലിൻ ഒരു സ്റ്റാർ അല്ലാത്ത നമുക്ക് മാറ്റി നിർത്താം. വിജയ് തന്നെ സിനിമയിൽ നിന്നും മാറി നിന്നുകൊണ്ടാണ് ഈ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. അത് സൂചിപ്പിക്കുന്നത് രാഷ്ട്രീയക്കാരനായി തന്നെ വേണമെന്ന് തമിഴ്നാട് ആവശ്യപ്പെടുന്നത് കൊണ്ടുകൂടിയാണ്. അല്ലെങ്കിൽ സിനിമയിൽ നിന്നുള്ള ആരാധന വോട്ടായി മാറ്റാൻ കഴിയുന്നില്ല എന്നുള്ളൊരു ബോധ്യം ഇപ്പോൾ സിനിമയിൽ നിന്നും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നവർക്ക് കൂടി ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അപ്പം
അതിൻ്റെ ബേസിസിൽ നമുക്ക് കണക്ട് ചെയ്ത് പറയാൻ പറ്റുന്നത് വിജയ്ക്ക് രാഷ്ട്രീയത്തിലേക്ക് ഇപ്പോൾ പിച്ച് വെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. അദ്ദേഹം ഉണ്ടാക്കിയ പാർട്ടികൾ തന്നെ ഈ അദ്ദേഹത്തോടുള്ള ആരാധനയുടെ കൂടെ ബേസിസിലാണ് ഈ പാർട്ടി രൂപീകരിക്കപ്പെട്ടുള്ളത്. പക്ഷേ രാഷ്ട്രീയം വേറെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഗെയിമാണ്. അവിടെ നമ്മൾ കുറച്ച് വാക്കുകൾ കൊണ്ട് അല്ലെങ്കിൽ കുറച്ച് ഡയലോഗുകൾ പറഞ്ഞാലൊന്നും അവിടെ നമുക്കവിടെ മുന്നോട്ട് പോകാൻ കഴിയില്ല. പിന്നെ DMK ഇപ്പോൾ വളരെ ഗംഭീരമായിട്ട് മുന്നണി രാഷ്ട്രീയത്തെ വൃത്തിയായിട്ട് കൊണ്ടുപോകുന്ന, അലയൻസിനെയൊക്കെ വൃത്തിയായിട്ട് കൊണ്ടുപോകുന്ന ഒരു സ്റ്റേജിലാണുള്ളത്. അവർക്ക് അത്രയും അധികം വലിയ രാഷ്ട്രീയ പാരമ്പര്യമുണ്ട്, അണികളുണ്ട്, തമിഴ്നാട്ടിൻ്റെ മുക്കിലും മൂലയിലും പോയി പ്രവർത്തിക്കാൻ കഴിയുന്ന അത്രയും ആൾക്കാരുണ്ട്. അപ്പം അതിനോട് കിടപിടിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ ആശയ അടിത്തറയോ അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള ഒരു പ്രവർത്തകരുടെ സംഘടനകളുടെ അല്ലെങ്കിൽ പല പല തലങ്ങളിലുള്ളൊരു വിന്യാസം അടക്കമുള്ള കാര്യങ്ങൾ ഇനി ബാക്കിലിരുന്നു കൊണ്ട് അണിയറയ്ക്ക് പിന്നിൽ വിജയ് ഒരുക്കുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല. എന്തായാലും നമ്മുടെ മുൻപിൽ ഇപ്പോൾ ആ ഒരു ഘട്ടത്തിൽ അതില്ല. ഒരു വെൽഫെയർ സ്വഭാവത്തിലുള്ള, സമൂഹം മുഴുവൻ നന്നായി കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സാംസ്കാരിക രൂപത്തിലുള്ള ഒരു സംഘടനയിലേക്കാണ് ഇപ്പം അത് എത്തി നിന്നിട്ടുള്ളത്. അതിൻ്റെ ഇപ്പോഴുള്ള ഒരു ആരംഭ ശൂരത്വത്തിൽ നിന്ന് മാത്രം ഇതൊരു വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമായി മാറും. DMKയോട് കിടപിടിക്കുന്ന ഒറ്റയ്ക്ക് ഒരു പോരാളിയായി നിന്ന് DMKയെ ഉദയനിധി സ്റ്റാലിന് പറയുന്നില്ല, DMK താഴ്ത്തിയിട്ട് അധികാരത്തിലേക്ക് വരാൻ കഴിയുന്ന ഒരു സ്പേസിലേക്ക് വിജയ് എത്തുമോ എന്നുള്ളത് കുറച്ച് കാലം ഉത്തരം പറയേണ്ട ഒരു ചോദ്യമായിരിക്കും. പക്ഷെ ഈ പറഞ്ഞതുപോലെ പ്രതിപക്ഷമായിരിക്കാം ഒരുപക്ഷെ വിജയ് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് കാണുന്നത്, ഒരു പ്രതിപക്ഷത്തിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു പൊസിഷൻ. പിന്നീട് പടിപടിയായിട്ടുള്ള ഒരു ഉയർച്ചയായിരിക്കാം. DMKയും അങ്ങനെയാണ് ജയിച്ചു വന്നിട്ടുള്ളത്. അപ്പം വിജയും ഒരുപക്ഷെ കാണുന്നത് അതായിരിക്കാം. പക്ഷെ വിജയ് ഈ ഘട്ടത്തിൽ മേ ബി ബിറ്റ് ഓവർ എസ്റ്റിമേറ്റ് ചെയ്യുകയായിരിക്കാം എന്ന് തോന്നുന്നു. അദ്ദേഹം പെട്ടെന്ന് വരുമെന്ന് പറയുമ്പോൾ എൻ്റെ ഇപ്പോഴും ഞാൻ വിചാരിക്കുന്നത് വിജയ് തന്നെയായിരിക്കും 2026 വിജയായി മാറുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഏറ്റവും വലിയ വെല്ലുവിളി ഉയർത്തിയിട്ട് DMK പാർട്ടി അവിടെ ഉണ്ടാവും. ഉദയനിധി നേതൃസ്ഥാനത്തേക്കുള്ളതല്ലെങ്കിൽ DMK അവിടെ ഉണ്ടാവും. എന്നാൽ പോലും ഉദയനിധിയുടെ നേതൃസ്ഥാനം അടക്കം എതിർക്കുന്ന ചെറു കക്ഷികൾ വിജയ്ക്കൊപ്പം ചേരാനുള്ള ഒരു സാധ്യത, DMKയുടെ സാധ്യത മങ്ങിയത് കണ്ടിട്ട് അവർ വിജയ്ക്കൊപ്പം ചേരാനുള്ളൊരു സാധ്യതയും ഒരു മുന്നണി രാഷ്ട്രീയത്തിലേക്കൊക്കെ പോകാനുള്ളൊരു സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. നോക്കാം. ഈ ഉദയനിധി വിജയ് എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ സിനിമ കാണുന്ന പോലെ നമുക്കിനി വരും ദിവസങ്ങളിൽ തമിഴ്നാടിൻ്റെ രാഷ്ട്രീയം കാണാൻ സാധിക്കും എന്നാണ് തോന്നുന്നത്.